നമസ്കാരം. ഇത് വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്തിനിടെ ഉണ്ടായ റെക്കോർഡ് പോളിംഗാണ് ഇന്നലെ കേരളം കാഴ്ചവെച്ചത്. മഴയും വോട്ടിംഗ് യന്ത്ര തകരാറുമൊന്നും വിഷയമായതേയില്ല. മണിക്കൂറുകൾ കാത്തിരുന്ന് വോട്ടവകാശം വിനിയോഗിച്ച ശേഷമാണ് ബഹുഭൂരിപക്ഷം പേരും പോളിംഗ് ബൂത്തുകളിൽ നിന്ന് മടങ്ങിയത്. രാത്രി വൈകിയും പോളിംഗ് തുടർന്ന മണ്ഡലങ്ങളും ഉണ്ട്. ഏതായാലും അടിയൊഴുക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരംഗമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ തിരഞ്ഞെടുപ്പിൽ എന്നറിയാൻ നമുക്ക് ഒരു മാസം ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം മെയ് 21 മാത്രമാണ് വോട്ട് എണ്ണൽ നടക്കുന്നത്. പത്രങ്ങളെല്ലാം തന്നെ ഇന്ന് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദേശീയ തലത്തിൽ മറ്റൊരു പ്രധാന സംഭവം ഇന്നലെ ഉണ്ടായിട്ടുള്ളത് 2002 ഗുജറാത്ത് കലാപത്തിൽ കൂട്ട ബലാത്സംഗത്തിന് ഇരയായ ബിൽക്കീസ് ബാനുവിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപയും ജോലിയും നൽകാൻ സുപ്രീം കോടതി ഗുജറാത്ത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. ഇവയുടെയെല്ലാം വിശദാംശങ്ങൾ ഇന്നത്തെ മുഖ്യവാർത്താ തലക്കെട്ടുകൾ കണ്ട ശേഷം നമുക്ക് നോക്കാം. ബൂത്തിലും വീറോടെ എന്നതാണ് കേരള കൗമുദിയുടെ മുഖ്യവാർത്താ തലക്കെട്ട്. കാരണം നമുക്കറിയാം 1.5 മാസം നീണ്ട പ്രചാരണ കാലത്തും വളരെ വീറോടെയായിരുന്നു 3 മുന്നണികളും പ്രചാരണ രംഗത്തുണ്ടായിരുന്നത് കേരളത്തിൽ. ബൂത്തിലും വീറോടെ 77.13% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്തിമ കണക്കല്ല. ഇതിൽ ഇനിയും വർധന ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് സൂചനകൾ. കാരണം രാത്രി വൈകിയും പോളിംഗ് തുടർന്ന ബൂത്തുകളും ഉണ്ട്. മലയാള മനോരമ വോട്ടുത്സവം 77.61%, 30 വർഷത്തിനിടയിൽ റെക്കോർഡ് പോളിംഗ്. മാതൃഭൂമി കേരളം ബാലറ്റിൽ കുറിച്ചു 77.67%. ദേശാഭിമാനി കേരളത്തിൽ 78% എന്നതാണ് മുഖ്യവാർത്താ തലക്കെട്ട്. എല്ലാ മണ്ഡലങ്ങളിലും 70%-ലേറെ പോളിംഗ്. ഉയർന്ന പോളിംഗ് കണ്ണൂരിൽ, കുറവ് തിരുവനന്തപുരത്ത്, മണിക്കൂറുകൾ നീണ്ട ക്യൂ, രാത്രി വൈകിയും പോളിംഗ് എന്നിങ്ങനെ വിശദാംശങ്ങളോടെ. വള്ളക്കടവ് സെൻറ് റോച്ചസ് LPSൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികയുടെ ചിത്രവും നൽകിയിട്ടുണ്ട്. ഇന്ന് എല്ലാ പത്രങ്ങളും മിക്കവാറും കൗതുകകരമായ ഒരു ചിത്രം മുഖ്യവാർത്തയുടെ കൂടെ ഇന്ന് 1-ാം പേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 3-ാം ഘട്ട പോളിംഗിൽ പോളിംഗ് ശരാശരി ഒരു 61%. മാധ്യമം വോട്ടൊഴുകി 77% എന്നതാണ് മാധ്യമത്തിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട്. തിരുവനന്തപുരം അമ്പലത്തറ ഗവൺമെൻറ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ തിരക്ക് ചിത്രീകരിക്കുന്ന PB ബിജു എടുത്ത ചിത്രവും നൽകിയിരിക്കുന്നു. ഒപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമാധാനപരം, സ്ത്രീ വോട്ടർമാരുടെ വൻ പങ്കാളിത്തം, വയനാട്ടിൽ റെക്കോർഡ് എന്നിങ്ങനെ ഹൈലൈറ്റുകളും. മംഗളം പെട്ടി നിറച്ച് വോട്ട് എന്നതാണ് മംഗളത്തിൻ്റെ വ്യത്യസ്തമായ തലക്കെട്ട്. 77.13%, ഇന്നലെ രാത്രി 10 വരെയുള്ള കണക്ക്. രാത്രി വൈകിയും പോളിംഗ് നീണ്ടു, വോട്ടിംഗ് യന്ത്രത്തിനെതിരെ വ്യാപക പരാതി എന്നിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് CS സിദ്ധാർത്ഥൻ്റെ റിപ്പോർട്ട്. പോളിംഗിനിടെ കുഴഞ്ഞു വീണ് 10 മരണം സംഭവിച്ചതും മംഗളം ഒപ്പം നൽകിയിരിക്കുന്നു. ദീപിക കേരളം വിധിയെഴുതി 77.40%, പോളിംഗ് സമാധാനപരം. പോളിംഗ് ശതമാനവും വ്യക്തമാക്കുന്ന മറ്റൊരു ചിത്രം, ആകർഷകമായ ചിത്രം ദീപികയും മുഖ്യവാർത്തയോട് നൽകിയിട്ടുണ്ട്. അഖിൽ പുരുഷോത്തമൻ പകർത്തിയ ചിത്രം. ദ ഹിന്ദു ശ്രീലങ്ക ലിങ്ക്സ് ബ്ലാസ്റ്റ് ടു ക്രൈസ്റ്റ് ചർച്ച് അറ്റാക്സ്. അതായത് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായ മുസ്ലിം ആരാധനാലയത്തിലുണ്ടായ ഭീകരാക്രമണം, അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ശ്രീലങ്കയിൽ ഉണ്ടായത് എന്നാണ് വെളിപ്പെട്ടു വരുന്നത്. ആഗോള ഭീകര സംഘടനയായ IS തന്നെ ഈ ഒരു ഉത്തരവാദിത്വം ഏൽക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ചാവേർ ആക്രമണം, ശ്രീലങ്കയിലെ ചാവേർ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്നാണ് IS വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട്സ് കോട്ട് IS ക്ലെയിമിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ഈസ്റ്റർ കാർണേജ്. നമ്പർ ഓഫ് ഇന്ത്യൻ വിക്ടിംസ് ടച്ചസ് 7. അതായത് ശ്രീലങ്കയിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം 10. ഒപ്പം തേർഡ് ഫേസ് 66% പോളിംഗ് എന്ന വാർത്തയും 1-ാം പേജിലുണ്ട്. ദ ടൈംസ് ഓഫ് ഇന്ത്യ 3 judges to probe sexual harassment plaint against Chief Justice of India. അതായത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായി സുപ്രീം കോടതിയിലെ മുൻ ജീവനക്കാരി നൽകിയ ലൈംഗിക ആരോപണം അത് അന്വേഷിക്കാൻ 3 ജഡ്ജിമാരടങ്ങുന്ന ഒരു പാനലിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇൻക്വയറി പാനൽ ഇഷ്യൂസ് നോട്ടീസ് ടു കംപ്ലൈനന്റ്. കേരള റെക്കോർഡ് 77% പോളിംഗ്, കണ്ണൂർ ടോപ്സ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വെൽ ഡൺ കേരള നൗ വെയിറ്റ് ഫോർ എ മന്ത് എന്നതാണ് വ്യത്യസ്തമായ തലക്കെട്ട്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് 3 പതിറ്റാണ്ടിടെ ഉണ്ടായ റെക്കോർഡ് പോളിംഗിന് കേരളത്തെ അഭിനന്ദിക്കുകയാണ് വ്യത്യസ്തമായ തലക്കെട്ടിലൂടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. വെൽ ഡൺ കേരള നൗ വെയിറ്റ് ഫോർ എ മന്ത്.
ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള കൗമുദിയുടെ മുഖ്യ വാർത്ത ബൂത്തിലും വീറോടെ 77.13%. 13 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. ചില ബൂത്തുകളിൽ രാത്രി 10 മണിക്കും ക്യൂ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ റെക്കോർഡ് പോളിംഗ് ആണ് 80.01%. ഉയർന്ന പോളിംഗ് കണ്ണൂരിലാണ് 82.26%. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൻ്റെ ചൂട് വോട്ടെടുപ്പിലും പ്രതിഫലിപ്പിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് സമയം അവസാനിച്ച ശേഷവും മിക്ക ബൂത്തുകളിലും നീണ്ട ക്യൂ ശേഷിച്ചു. 6 മണിക്കും ക്യൂവിൽ ഉണ്ടായിരുന്നവർക്കായി 2 മുതൽ 4 മണിക്കൂർ വരെ പോളിംഗ് നീണ്ടു. അവസാന കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും കൂടും. വോട്ടെടുപ്പ് തീരുന്നതിന് 1 മണിക്കൂർ മുമ്പേ 20 മണ്ഡലങ്ങളിലും 70% മേൽ പോളിംഗ് രേഖപ്പെടുത്തി. ഉയർന്ന പോളിംഗ് ആരെ തുണയ്ക്കും എന്നതിലാണ് ആകാംക്ഷ. തീക്ഷ്ണമായ ത്രികോണ പോര് നടന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വൈകിട്ട് 5 മണിക്ക് മുമ്പേ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം മറികടന്നു. തൃശ്ശൂരും തിരുവനന്തപുരത്തും 4% പത്തനംതിട്ടയിൽ 8% കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടി. ഇതാണ് ആർക്ക് അനുകൂലമായിരിക്കും സ്ഥിതി എന്ന് അറിയാനുള്ളൊരു ഉദ്വേഗം വർദ്ധിപ്പിക്കുന്നത്. പലയിടത്തും യന്ത്രങ്ങൾ പണിമുടക്കിയെന്ന അനുബന്ധ വാർത്തയിൽ പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മണിക്കൂറുകളോളം വൈകി. അമ്പൂരി, എറണാകുളം, ആലപ്പുഴ, അരൂർ, എരമല്ലൂർ, പള്ളിത്തോട്, കണിമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ യന്ത്രങ്ങൾ മാറ്റിയും തകരാർ പരിഹരിച്ചുമാണ് പോളിംഗ് പുനരാരംഭിച്ചത്. നടൻ മോഹൻലാൽ വോട്ട് ചെയ്ത തിരുവനന്തപുരം മുടവൻമുകളിൽ യന്ത്രത്തകരാർ മൂലം വോട്ടർമാർക്ക് 1 മണിക്കൂറിലേറെ കാത്തു നിൽക്കേണ്ടി വന്നു. യന്ത്രങ്ങളുടെ തകരാറ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കണ്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കോവളത്ത് ചൊവ്വരയിലും ആലപ്പുഴ ചേർത്തലയിലും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് പോകുന്നതായി പരാതി ഉയർന്നു. മോക്ക് പോളിംഗിനിടെയാണ് പ്രശ്നം ഉണ്ടായതെന്നും മഴയുടെ ഈർപ്പം മൂലമുണ്ടായ തകരാറാണെന്നും യന്ത്രം മാറ്റിവെച്ചുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ വിശദീകരണം. എന്നിങ്ങനെ തുടരുന്ന റിപ്പോർട്ട്. പോളിംഗ് ശതമാനം ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന പട്ടികയും നൽകിയിരിക്കുന്നു മുഖ്യവാർത്തയുടെ കൂടെ കേരള കൗമുദി. ഉൾപേജിലുള്ള ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അറിയിപ്പും 1-ാം പേജിലുണ്ട്. ഇനിയൊന്ന് ശ്രദ്ധേയമായൊരു ചിത്രം കേരള കൗമുദി ഇന്ന് നൽകിയിരിക്കുന്നത്, ഇത് വളരെ കൗതുകകരം എന്ന് തന്നെ പറയാം. വോട്ടിൻ്റെ വീര്യം എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ചിത്രം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് പുറമേരി കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങുന്ന 84 വയസ്സുള്ള കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ ചിത്രം പകർത്തിയിരിക്കുന്നത് ARC അരുൺ ആണ്. അദ്ദേഹം വിജയഭാവത്തിൽ കൈ ഉയർത്തി കാണിക്കുന്നതും മറ്റ് വോട്ടർമാർ ആഹ്ലാദത്തോടുകൂടി അതിനോട് പ്രതികരിക്കുന്നതുമാണ് ചിത്രം. മറ്റൊന്നുള്ളത് കണ്ണൂരിൽ വോട്ടിംഗ് യന്ത്രത്തിൽ പാമ്പിനെ കണ്ട് പരിഭ്രാന്തി ഉണ്ടായ സംഭവമാണ്. കണ്ണൂരിലെ മയ്യിലുള്ള ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിലുണ്ടായിരുന്ന പാമ്പ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് ഏജൻറ്റുമാരെയും വോട്ടർമാരെയും പരിഭ്രാന്തരാക്കി. വിവിപാറ്റ് യന്ത്രം തുറക്കുമ്പോഴാണ് പാമ്പിനെ കണ്ടത്. ഇതോടെ കുറച്ചുനേരം വോട്ടിംഗ് നിർത്തിവെച്ചു. പാമ്പിനെ ഉടൻ പിടികൂടി പുറത്തേക്ക് മാറ്റി കൊന്നതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ തുടർന്നത് എന്നിങ്ങനെ വാർത്ത. ഇനി നമുക്ക് ഉൾപേജിലേക്ക് പോകാം. ഉൾപേജിൽ ശ്രീലങ്കയിലെ സ്ഫോടനം, മരണം 321 എന്നതാണ് കാലികം പേജിലെ പ്രധാന വാർത്ത ഇന്ന് കേരള കൗമുദിയിൽ. ഭീകരതയ്ക്ക് പിന്നിൽ ഐസിസ് അതിൻ്റെ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ന്യൂസിലാൻഡിലെ മുസ്ലിം കൂട്ടക്കുരുതിക്ക് തിരിച്ചടി എന്നാണ് ഐസിസിൻ്റെ ന്യായവാദം. ഐസിസിൻ്റെ വാർത്താ ഏജൻസിയായ അമാഖ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന ഭീകര ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയതെന്നും ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ മുസ്ലിം പള്ളി ആക്രമിച്ചതിൻ്റെ പ്രതികാരമാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രി റുവാൻ വിജയവർദ്ധനെ പാർലമെൻറ്റിൽ വെളിപ്പെടുത്തി. അതിനിടെയാണ് ഐസിസ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. മാർച്ച് 15 പ്രാർത്ഥന നടത്തുന്നതിനിടെയാണ് ന്യൂസിലാൻഡ് ക്രൈസ്റ്റ് ചർച്ചിലെ 2 പള്ളികളിൽ അക്രമി വെടിവയ്പ് നടത്തിയത്. വെടിവയ്ക്കുന്ന ദൃശ്യങ്ങൾ അക്രമി ഫേസ്ബുക്കിൽ ലൈവായി നൽകുകയും ചെയ്തിരുന്നു. ഉയർന്ന പോളിംഗ് ആരെ തുണയ്ക്കും, ശുഭപ്രതീക്ഷയിൽ മുന്നണികൾ എന്ന CP ശ്രീഹർഷൻ്റെ റിപ്പോർട്ടും പേജിൽ ഉണ്ട്. ഇനിയൊരു റിപ്പോർട്ട്, ശ്രദ്ധേയമായ റിപ്പോർട്ട് ഉള്ളത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള ലൈംഗിക ആരോപണം 1.5 കോടി വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി ഒരു അഭിഭാഷകൻ രംഗത്ത് വന്നിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിക്കാൻ 1.5 കോടി രൂപയുടെ ഓഫർ ലഭിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി സുപ്രീം കോടതി അഭിഭാഷകനായ ഉത്സവ് ബെയിൻസ് രംഗത്തെത്തി. ഇക്കാര്യം വിശദീകരിച്ച് ഉത്സവ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം
സത്യവാങ്മൂലം നൽകി. ഇന്ന് നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ കോടതി ഈ അഭിഭാഷകന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ ചെറുമകനും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ്റെ മകനുമാണ് ഉത്സവ് ബെയിൻസ്. ചീഫ് ജസ്റ്റിസിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് വിധേയയായ ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തിയ അജയ് എന്നയാളാണ് തന്നെ സമീപിച്ചത് എന്ന് ഉത്സവ് പറയുന്നു. ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ട് അവഗണിച്ചപ്പോൾ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. വഴങ്ങുന്നില്ല എന്ന് വന്നപ്പോൾ തുക 1.5 കോടി രൂപയായി ഉയർത്തി എന്നിങ്ങനെയാണ് ഉത്സവിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പണം വാങ്ങി സുപ്രീം കോടതിയിലെ കേസുകളെ സ്വാധീനിക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും ഉത്സവ് പറയുന്നു. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുകൾ ലഭിക്കാൻ ചില കോർപ്പറേറ്റുകൾ രമേശ് ശർമ്മ എന്ന ഇടനിലക്കാരൻ വഴി ശ്രമം നടത്തിയെന്നും ചീഫ് ജസ്റ്റിസ് വഴങ്ങാതെ വന്നപ്പോൾ ലൈംഗിക ആരോപണം ഉന്നയിച്ച് രാജിവയ്പ്പിക്കാൻ ശ്രമം നടത്തിയെന്നും സത്യവാങ്മൂലത്തിൽ വിവരിക്കുന്നു എന്നിങ്ങനെ തുടരുന്നു. പരിഭ്രാന്തി ഉളവാക്കുന്നില്ലെങ്കിൽ ആശങ്ക ഉളവാക്കുന്ന ആ റിപ്പോർട്ട്. ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. വോട്ട് ഉത്സവം 77.61%, 30 വർഷത്തിനിടയിലെ റെക്കോർഡ് പോളിംഗ് എന്നിങ്ങനെ ഇക്കുറിയത്തെ പോളിംഗ് 73.37% ഏറ്റവും കുറവുള്ള തിരുവനന്തപുരത്ത് പോലും. അത് 2014 5% കൂടുതലാണ് അത്. മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം വോട്ടിംഗ് യന്ത്ര തകരാർ എന്നിങ്ങനെ മുഖ്യ വാർത്താ വിശദാംശങ്ങളോടുകൂടി. ഒപ്പം കൗതുകരമായ ചിത്രം മനോരമയും ഇന്ന് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മുത്തച്ഛാദിൻ എന്ന ശീർഷകത്തിലാണ് ആ ചിത്രം നൽകിയിരിക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP അധ്യക്ഷൻ അമിത്ഷായുടെ കൊച്ചുമകളെ കയ്യിലെടുത്ത് താലോലിക്കുന്നതാണ് ചിത്രം. അമിത്ഷാ സമീപത്തുണ്ട്. AFP പകർത്തിയ ചിത്രമാണ് അത്. ഇനി വോട്ട് മാറൽ പരാതി തെളിയിക്കാനായില്ല. അതിൻ്റെ പേരിൽ 2 പേർ അറസ്റ്റിലായ വാർത്തയും 1-ാം പേജിലുണ്ട്. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വോട്ട് മാറി എന്ന പരാതി തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം പട്ടത്തും കൊല്ലം പന്മനയിലും വോട്ടർമാർ അറസ്റ്റിൽ. തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ വോട്ട് ചെയ്ത എബിൻ ബാബു എന്ന 21-കാരനും പന്മന ചിറ്റൂർ ഗവൺമെൻറ് UPSൽ വോട്ട് ചെയ്ത ഷംനാദ് എന്ന 32-കാരനുമാണ് ഈ കേസിൽപ്പെട്ട് ജാമ്യത്തിൽ അവർ ഇറങ്ങേണ്ടി വന്നത്. വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരല്ല VVPAT മെഷീനിൽ കണ്ടത് എന്നായിരുന്നു പരാതി. തുടർന്ന് നടത്തിയ ടെസ്റ്റ് വോട്ടിൽ പ്രശ്നം കാണാതിരുന്നതിനെ തുടർന്നാണ് നടപടി. അറസ്റ്റിനെതിരെ ഏതായാലും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. സാങ്കേതികത്വം തെളിയിക്കേണ്ടത് സാധാരണക്കാരൻ്റെ ഉത്തരവാദിത്വമല്ല. വോട്ടർമാരെ ഭയപ്പെടുത്താനേ ഇത് ഉപകരിക്കൂ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി പരാതി നൽകിയിട്ടുണ്ട് എന്നിങ്ങനെ ആ റിപ്പോർട്ട്. ഇനിയൊന്നുള്ളത് നടൻ മമ്മൂട്ടി കൊച്ചിയിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ മുന്നണിയുടെയും വലതുപക്ഷ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളുടെ ഒപ്പം നിൽക്കുന്ന ചിത്രവും മനോരമ 1-ാം പേജിലുണ്ട്. ഇനിയൊരു റിപ്പോർട്ട് കൂടി മനോരമ 1-ാം പേജിലുള്ളത് അടൂരിൽ 23 വോട്ടുകൾ കാണുവാനില്ല എന്നതാണ്. അടൂർ പഴകുളം ആലുമൂട് UP സ്കൂളിലെ ബൂത്തിൽ 843 പേർ വോട്ട് ചെയ്തെങ്കിലും യന്ത്രത്തിൽ കാണിച്ചത് 820 മാത്രമെന്ന് തർക്കം. പിഴവ് ബോധ്യപ്പെട്ട ജില്ലാ വരണാധികാരി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നതിന് തുടരുന്നു ആ റിപ്പോർട്ട്. ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി നോക്കാം. മാതൃഭൂമിയിൽ കേരളം ബാലറ്റിൽ കുറിച്ചു 77.67%. 3 പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന പോളിംഗ്. പലയിടത്തും പോളിംഗ് അവസാനിച്ചത് രാത്രി വൈകി. യന്ത്രത്തകരാറും VVPATലെ താമസവും വോട്ടിംഗ് വൈകാൻ ഇടയാക്കി എന്നിങ്ങനെ ഹൈലൈറ്റുകളുണ്ട്. ഒപ്പം കൗതുകരമായൊരു ചിത്രം മാതൃഭൂമിയും മുഖ്യവാർത്തയുടെ കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കന്നി വോട്ടിൻ്റെ ആഹ്ലാദം പങ്കിടുന്ന ഇരട്ട സഹോദരിമാരുടെ ചിത്രമാണ് അത്. കാസർഗോഡ് നിന്നാണ് ചിത്രം. അതായത് കാസർഗോഡ് കന്നിവോട്ട് ചെയ്ത ശേഷം പുറത്തു വന്ന ഇരട്ടകളായ ദിവ്യയും ദീക്ഷയും വിരലിൽ പതിച്ച മഷിയടയാളം കാണിച്ച ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ചിത്രം പകർത്തിയിരിക്കുന്നത് N. രാമനാഥ പൈ ആണ്. ഇനി റിപ്പോർട്ട് കൂടി 1-ാം പേരിൽ നമുക്ക് നോക്കാനുള്ളത് 3-ാം ഘട്ടം പൂർത്തിയായപ്പോൾ 63.24% ദേശീയ ശരാശരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഇതുവരെ നടന്ന വോട്ടെടുപ്പിലാണ് ഇത്. ചൊവ്വാഴ്ച 3-ാം ഘട്ടത്തിൽ പലയിടത്തും വോട്ടിംഗ് വൈകിയതിനാൽ ശതമാനത്തിൽ ചെറിയ വ്യത്യാസം വരും. 117 മണ്ഡലങ്ങളിലായിരുന്നു 3-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് എന്നിങ്ങനെ ആ റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടുള്ളത് കൈപ്പത്തിയുടെ വോട്ട് താമരയ്ക്ക് വീണു എന്ന പരാതി. കോവളത്ത് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടതാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടുകൾ താമര ചിഹ്നത്തിൽ വീഴുന്നു എന്ന പരാതിയെ തുടർന്ന് കോവളം ചൊവ്വര മാധവവിലാസം സ്കൂളിലെ 151-ാം നമ്പർ ബൂത്തിലെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വോട്ടെടുപ്പ് നിർത്തിവെച്ചു. പരാതി പരിഹരിച്ച ശേഷമാണ് തുടർന്നത്. 76 പേർ വോട്ട് ചെയ്ത ശേഷമാണ് പരാതി ഉയർന്നത്. തർക്കത്തെ തുടർന്ന് യന്ത്രം പരിശോധിച്ചപ്പോൾ ബാലറ്റ് യൂണിറ്റ് പ്രവർത്തനം നിലച്ചതായി കണ്ടെത്തി. ആരോപണം തെറ്റാണ് എന്ന കളക്ടർ K. വാസുകിയുടെ വിശദീകരണവുമുണ്ടായി. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ
മറ്റൊരാൾക്ക് വോട്ട് പോകുന്നു എന്നത് സാങ്കേതികമായി അസാധ്യമാണ്. ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് കലക്ടർ പറയുന്നത്. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. ഒന്നാം പേജിൽ കാവൽക്കാരൻ കള്ളൻ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മോദിയെ പരിഹസിച്ചത്, അത് രാഹുലിന് കോടതിയലക്ഷ്യ നോട്ടീസ് വന്നിരിക്കുകയാണ്. റഫാൽ കേസിൽ കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന പരാമർശത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കോടതിയലക്ഷ്യ നോട്ടീസ്. രാഹുലിനെതിരെ BJP MP മീനാക്ഷി ലേഖി നൽകിയ ക്രിമിനൽ കോടതിയലക്ഷ്യ ഹർജി റഫാൽ കേസിലെ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം 30-ന് പരിഗണിക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചു. കോടതിയലക്ഷ്യ ഹർജി റദ്ദാക്കണമെന്ന രാഹുലിൻ്റെ ആവശ്യം ചൊവ്വാഴ്ച കോടതി തള്ളി എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി ബിൽക്കിസ് ബാനുവിന് 250 കോടിയും ജോലിയും നൽകണം, അതും ഒന്നാം പേജിലുണ്ട് മാതൃഭൂമിയിലും.